Hi children, today we are discussing biotechnology, its principles and process. In exam point of view, it is very important topic. What is the biotechnology? Biotechnology can be defined as use of plant cell, animal cell or microorganism or their enzyme to produce product which is useful to human being. മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്ലാന്റ് സെല്ലിൻ്റെയോ ആനിമൽ സെല്ലിൻ്റെയോ മൈക്രോ ഓർഗാനിസത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൽ ഉള്ള എൻസൈമിൻ്റെ സഹായത്താൽ നിർമ്മിക്കുന്നതിനെയാണ് നമുക്ക് ബയോടെക്നോളജി എന്ന് വിളിക്കുക. ദ ബയോടെക്നോളജി ഓൾസോ ക്യാൻ ബി കോൾഡ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ബയോടെക്നോളജി വിളിക്കുന്ന വേറൊരു പേരാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ഓക്കെ, with the help of this diagram, we can easily understand the whole steps of biotechnology or recombinant DNA technology. ഇവിടെ 8 സ്റ്റെപ്പ് വന്നിരിക്കുന്നു. ഈ 8 സ്റ്റെപ്പാണ് ഈ പാഠത്തിൻ്റെ ബേസ്. In these steps, we are explaining how insulin is produced through recombinant DNA technology. ഇൻസുലിൻ എങ്ങനെയാണ് റീകോമ്പിനൻ്റ് അഥവാ ബയോടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്നു. The first step of biotechnology is the isolation of DNA. നമുക്കറിയാം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നും DNA വേർതിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ കൊളയിൽ നിന്നും വെക്റ്റർ, അതായത് വെക്റ്റർ നിങ്ങൾ പിന്നെ മനസ്സിലാവും, ഇവിടെ വെക്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡാണ്, പ്ലാസ്മിഡിനെയും വേർതിരിക്കുന്നു. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ഓഫ് DNA. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA. നമ്മൾ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത DNA ചെറിയ പീസായി കട്ട് ചെയ്യുന്നു. ഒന്ന് നോട്ടീസ് ചെയ്യുക, അവിടെ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസൈഡ് ജീനാണ്. ഏത് പ്രൊഡക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ജീനാണ് ഡിസൈഡ് ജീൻ. നമുക്കിവിടെ ഇൻസുലിനാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്ലാസ്മിഡിനെയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA. And third step is separation of DNA based on its length and shape by using agarose gel electrophoresis. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ DNA ചെറിയ പീസായി കട്ട് ചെയ്തിരുന്നു. അതിനെ അതിൻ്റെ ലെന്തിനനുസരിച്ച് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് വേർതിരിക്കുന്നത് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ചാണ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ആംപ്ലിഫിക്കേഷൻ, ദാറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിസൈഡ് ജീൻ. നമ്മുടെ ഡിസൈഡ് ജീൻ ആവശ്യത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. Then fifth step is the incorporation or ligation of foreign gene into vector, that's a plasmid. നമ്മുടെ foreign gene ആ പ്ലാസ്മിഡിലേക്ക് ലിങ്ക് ചെയ്യുന്നു. ഇപ്പോൾ അത് റീകോമ്പിനൻ്റ് DNA ആയി. നമ്മുടെ foreign gene അടങ്ങിയ ആ പ്ലാസ്മിഡിനെ നമുക്കിപ്പോൾ റീകോമ്പിനൻ്റ് DNA എന്ന് വിളിക്കാം. The next step is the transfer of this recombinant DNA into host cell. ഈ റീകോമ്പിനൻ്റ് DNA നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് കടത്തിവിടുന്നു, ഒരു മൈക്രോഡസ് കടത്തിവിടുന്നു. എന്തിനു വേണ്ടിയാണ്? മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഒബ്റ്റെയിൻ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. നമ്മുടെ ഫോറിൻ ജീൻ ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ കടത്തിവിട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് ഒരു പ്രോട്ടീൻ രൂപത്തിലേക്ക് നിർമ്മിക്കുന്നു. അതാണ് ഒബ്റ്റെയിൻ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി, ആ കിട്ടിയ പ്രൊഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നിടം വരെയുള്ള പ്രോസസ്സിനെയാണ് നമുക്ക് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ വാട്ട് ആർ ദോസ് 8 സ്റ്റെപ്സ് ഇൻവോൾവിങ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ഓഫ് DNA. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് separation of DNA by using agarose gel electrophoresis. The fourth step is amplification of desired gene by using PCR, polymerase chain reaction. The fifth step is ligation or linking of foreign gene into vector. And sixth step is obtain foreign gene product. And seventh step is downstream processing. Okay. Before going to study these each steps, let us go through history of the recombinant DNA technology. The first recombinant DNA technology was developed by two scientists, Stanley Cohen and Herbert Boyer. I repeat, Stanley Cohen and Herbert Boyer in 1972. In 1972, the Stanley Cohen and Herbert Boyer, these were the two scientists
they have done first recombinant DNA technology. These scientists isolate antibiotic resistant gene from a bacterium called Salmonella typhimurium. Salmonella typhimuriയത്തിൽ നിന്നും ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റ് ജീൻ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഈക്കോളയിലേക്ക് കടത്തിവിട്ടു. ഇപ്പോൾ ആ ഈക്കോളയ്ക്ക് ആ പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് റീകോമ്പിനൻറ്റ് DNA technology. In this class, we are discussing the 2 steps of recombinant DNA technology. നമുക്ക് 8 സ്റ്റെപ്പുണ്ട്, അതിൽ 2 സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും, വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ഓഫ് DNA. DNA ഐസൊലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ സെല്ലിൻ്റെ സെൽ വാൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ ആ പർട്ടിക്കുലർ സെൽ വാൾ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ആ സെൽ വാളിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ചുള്ള എൻസൈംസ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, in the case of plant cell, as you all know, the plant cell is made of cellulose. So here we are using enzyme cellulase. Plant cell wall breakdown ചെയ്യാൻ cellulase ഉപയോഗിക്കുന്നു, cellulase. അത് ഫംഗസിൻ്റെ സെൽ വാൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമ്മൾ കൈറ്റിനേസ് എന്ന എൻസൈമാണ് ഉപയോഗിക്കുക. അതുപോലെ ബാക്ടീരിയയുടെ സെൽ വാൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ഓൺലി ലൈസോസൈം ക്യാൻ ബ്രേക്ക് ഡൗൺ ബാക്ടീരിയ സെൽ വാൾ. So what I have told you, before the separation of DNA, first we have to break down the cell wall. For this process, we are using different types of enzyme based on chemical composition of cell wall. In the case of plant cell, we are using cellulase. In the case of bacteria, we are using lysozyme. Then fungus, we are using chitinase. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് DNA കൂടെ RNAയും പ്രോട്ടീനൊക്കെ കാണും. അപ്പോൾ ഈ RNAയും പ്രോട്ടീനും റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് RNase and protease. Along with the DNA, RNA and proteins may present. These RNA and protein can be removed by using enzyme RNase and protease respectively. Finally, the DNA treated in chilled ethanol, the pure DNA get precipitate. ആ പ്യുവർ DNA സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പൂളിംഗ്. So what we have studied? First we have to break down the cell wall. For breaking down the cell wall, we are using different type of enzyme. For plant cell, we are using cellulase. Fungus ആണെങ്കിൽ chitinase, and bacteria ആണെങ്കിൽ lysozyme. Then we are using another 2 enzyme, RNase and protease, for removing RNA and protein. Then finally treated in chilled ethanol. Next we are going to study the second step of the biotechnology, that is fragmentation of DNA. DNA ചെറിയ പീസസായി കട്ട് ചെയ്യുക. അതിനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമിന് പറയുന്ന പേരാണ് റിസ്ട്രിക്ഷൻ എൻസൈംസ്. ഇപ്പോൾ DNA cut into a small fragments by using restriction enzymes. The restriction enzymes are coming under the class enzyme called nuclease. There are 2 types of restriction enzymes, exonuclease and endonuclease. Exonuclease ഉപയോഗിച്ച് DNAയുടെ എക്സ്റ്റേണൽ പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. And endonuclease can use for cutting internal phosphodiester bond. ഒരു DNAയുടെ ഉൾവശം എവിടെയെങ്കിലും കട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് എൻഡോന്യൂക്ലിയസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു റിസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുക എന്ന് ആദ്യം നമുക്ക് പഠിക്കാം. ലെറ്റ് us take an example. ICOR1. ഇതൊരു റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഇത് വേർതിരിച്ചിരിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് എസറിഷ്യ കൊളൈ RY13. എസറിഷ്യ കൊളൈ RY13. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ICOR1 എന്ന് പറയുന്ന റിസ്ട്രിക്ഷൻ എൻസൈമും എസറിഷ്യ കൊളൈ RY13 എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വേർതിരിച്ചിരിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ എൻസൈം നമുക്കറിയാം E ആണ്. ദാറ്റ് കംസ് ഫ്രം the first letter of genus name of microorganism. The next 2 letters are CO, that coming from the first and second letter of the species name of microorganism. The R indicate strain, rough എന്നാണ് അതിൻ്റെ അർത്ഥം. The Roman number 1 indicate the order in which the enzyme extract. നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു റിസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുക. I repeat once again, the first letter of the enzyme according to our example E, that come from the first letter of
genus name of microorganism. The next two letter of the enzyme, that's a CO, that comes from the first and second letter of the species name. The fourth letter, that's a R, that comes from the strain of microorganism. And one, the order in which the enzyme extract. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. PST1. അത് വേർതിരിച്ചിരിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് പ്രൊവഡൻഷ്യ സ്റ്റുവർട്ടി. വേറൊന്ന് പറയാം, സാൽ1. സാൽ1 വേർതിരിച്ചിരിക്കുന്നത് സ്ട്രെപ്റ്റോമൈസിസ് ആൽബസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ റിസ്ട്രിക്ഷൻ എൻസൈം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സം എൻസൈംസ് they cut little away from center. Let us take the restriction enzyme ആയ ഇക്കോ-R1ൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനും അതിനൊരു പർട്ടിക്കുലർ സീക്വൻസ് കാണും. ആ പർട്ടിക്കുലർ സീക്വൻസിന് പറയുന്ന പേരാണ് പാലിൻഡ്രോം സീക്വൻസ്. എല്ലാ റിസ്ട്രിക്ഷൻ endonuclease, they have a particular sequence is there, that is we can call palindrome sequence. എന്താണ് ഇക്കോ-R1ൻ്റെ പാലിൻഡ്രോം സീക്വൻസ് നോക്കാം. 5' GAATTC 3'. Similarly CTTAAG. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓരോ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് they have a particular sequence are there. That sequence we can call palindrome sequence. ഈ സീക്വൻസിൽ കാണുന്ന ബേസ് പെയർ 5' to 3' ആൻഡ് ഓപ്പോസിറ്റും ഒരുപോലെ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ദേ കട്ട് ദ ലിറ്റിൽ അവേ ഫ്രം സെൻറ്റർ. ഇവിടെ ഇത് കട്ട് ചെയ്യുന്നത് ഗ്വാനിനും അഡിനിനും ഇടയ്ക്കാണ്. രണ്ട് സ്ട്രാൻഡിലും ഗ്വാനിനും അഡിനിനും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. 5' G, 3' See, ഇത് കട്ട് ചെയ്തു. I repeat once again, restriction, some of the restriction enzyme, they cut little away from center. Then after cutting, there's a stretch of overhanging sequence, that is we can call sticky end. ഇങ്ങനെ കാണുന്നതിനെയാണ് സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. SMA1. ഇതിൻ്റെ പാലിൻഡ്രോം സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് നടുക്കാണ്. ഇതിനെ നമുക്ക് ബ്ലെൻഡ് എൻഡ് എന്നും ആദ്യത്തേനെ നമുക്ക് സ്റ്റിക്കി എൻഡ് എന്നാണ് വിളിക്കുന്നത്. നീ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റീകോമ്പിനൻ്റ് ആവുക. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെക്റ്റർ DNA-യിലും ഫോറിൻ DNA-യിലും സെയിം റിസ്ട്രിക്ഷൻ എൻസൈം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ സെയിം റിസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുന്നത് വഴി സെയിം സ്റ്റിക്കി എൻഡ് ഉണ്ടാവുകയും അപ്പോൾ പെട്ടെന്ന് ലൈഗേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് DNA ലൈഗേസ്. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ കാണാം. അവിടെ ഒരു വെക്റ്റർ DNA ഉണ്ട്, ഫോറിൻ DNA ഉണ്ട്. രണ്ടിടത്തും ഒരേ റിസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന റിസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരാണ് ഇക്കോ-R1. അപ്പോൾ അവിടുത്തെ പാലിൻഡ്രോം സീക്വൻസ് സെയിം സ്റ്റിക്കി എൻഡ് ഉണ്ടാകുന്നു. അപ്പോൾ വെക്റ്റർ DNA-യുടെയും ഫോറിൻ DNA-യും കോംപ്ലിമെൻ്ററി ആവുന്നു. അത് DNA ലൈഗേസ് എന്ന എൻസൈം വെച്ച് ഒട്ടിച്ച് അതൊരു എന്തായി, റീകോമ്പിനൻ്റ് DNA ആയി. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെ ഒരു DNA കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് റിസ്ട്രിക്ഷൻ എൻസൈം. അത് വരുന്ന ക്ലാസ് എൻസൈമിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ആദ്യത്തെ റിസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരാണ് HIND2. അത് വേർതിരിച്ചിരിക്കുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന ബാക്ടീരിയയിൽ നിന്നാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു അവിടെ രണ്ട് തരം എൻസൈംസ് ഉണ്ട്, എക്സോന്യൂക്ലിയസും എൻഡോന്യൂക്ലിയസും. ഒരു DNA-യുടെ ഔട്ടർ റീജിയൻ കട്ട് ചെയ്യാനാണെങ്കിൽ എക്സോന്യൂക്ലിയസും, ദ enzyme which cut the internal part of the DNA, internal ഒരു സ്പെസിഫിക് പാർട്ട് ഓഫ് DNA കട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ എൻഡോന്യൂക്ലിയസ് ഉപയോഗിക്കുന്നു. പക്ഷേ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നിടത്ത് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടാവും. ആ സീക്വൻസിന് പറയുന്ന പേരാണ് പാലിൻഡ്രോം സീക്വൻസ്. ഇൻ പാലിൻഡ്രോം സീക്വൻസ്, the base pair sequence, either side they are same. See, look at here,
ഇക്കോ R1-ൻ്റെ പാലിൻഡ്രോം സീക്വൻസ് ആണ്. അങ്ങോട്ടും GAATTC തിരിച്ച് അത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ പാലിൻഡ്രോം എന്ന് വേർഡ് വന്നത്. ഓക്കെ, ദെൻ സം ഓഫ് ദ എൻസൈം കട്ട് സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോം സീക്വൻസ്, അതിൻ്റെ എക്സാമ്പിളാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുക? ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ റിസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇത് വേർതിരിച്ച ബാക്ടീരിയയുടെ പേരാണ്. ഈക്വളെ ബാക്ടീരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ എൻസൈം കമ്മിങ് ഫ്രം ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം ഓഫ് മൈക്രോ ഓർഗാനിസം. നെക്സ്റ്റ് 2 letter of the enzyme coming from first 2 letter of the species name of microorganism. The 4th letter R indicate strain, that's a rough എന്നാണ് ഇതിൻ്റെ അർത്ഥം. റഫ് എന്ന സ്ട്രെയിൻ എന്നാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത്. The Roman number indicate order in which the enzyme extract. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു റീകോമ്പിനൻ്റ് DNA, ഫോറിൻ DNAയുടെയും വെക്റ്റർ DNAയുടെയും സെയിം റിസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ഉപയോഗിക്കുക. നമുക്ക് ഈ കാണുന്ന എക്സാമ്പിളിൽ അറിയാം, ഇവിടെ രണ്ടിടത്തും ഇക്കോ R1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെയിം സ്റ്റിക്കി എൻഡ് ഉണ്ടാകുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ ലിങ്ക് ചെയ്യുന്നു. അവർ ബേസ് കോംപ്ലിമെൻറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ ലിങ്ക് ചെയ്യുന്നു. ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിന് പറയുന്ന പേരാണ് DNA ligase. ഓക്കെ, ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ചിൽഡ്രൻ.